ഒഡീഷയിൽ നിന്നുള്ളതാണ്. പുരി യാത്രയിൽ വീണ്ടും തിക്കും തിരക്കും. 3 തീർത്ഥാടകർ മരിച്ചു എന്നാണ് വാർത്ത വരുന്നത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. ഗുണ്ടിച്ച ക്ഷേത്രത്തിന് സമീപമാണ് തിക്കും തിരക്കും ഉണ്ടായത്. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, ഈ നേരത്തെ ഈ പുരി ക്ഷേത്രത്തിലെ രഥയാത്രയുമായി ബന്ധപ്പെട്ട് വലിയ തിക്കും തിരക്കും ഉണ്ടായിരുന്നു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. അതിനെ തുടർന്ന് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ശക്തിപ്പെടുത്തിയതല്ലേ? അതിനുശേഷം വീണ്ടും തിക്കും തിരക്കും ഉണ്ടായോ? എവിടെയാണ് ഇത് സംഭവിച്ചത്? ജഗന്നാഥ പുരി ക്ഷേത്രത്തിലാണോ അത് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലാണോ? അരുൺപുരിയിൽ രഥയാത്ര നടക്കുന്നതിനിടയിൽ ഇപ്പോൾ വീണ്ടും തിക്കും തിരക്കും ഉണ്ടായി എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ജഗന്നാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള ശ്രീകുണ്ടിച്ച ക്ഷേത്രത്തിന് സമീപമാണ് ഇപ്പോൾ ഈ തിക്കും തിരക്കും ഉണ്ടായത് എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഈ രഥയാത്രയിൽ ജഗന്നാഥൻ്റെ വിഗ്രഹം ഇപ്പോൾ ഈ പറഞ്ഞ ഗുണ്ടിച്ച ക്ഷേത്രത്തിന് മുന്നിലാണ് ഉള്ളത്. ഇന്ന് പുലർച്ചെ ജനക്കൂട്ടം വലിയ തരത്തിൽ, ഭക്തർ വലിയ തരത്തിൽ ഈ വിഗ്രഹം കാണുന്നതിന് വേണ്ടി അവിടെ തടിച്ചു കൂടുകയും പിന്നീട് ഈ ആളുകൾക്ക് അവിടെ നിന്ന് മാറാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. വലിയ തിക്കും തിരക്കും ഉണ്ടായി. അതിനു പിന്നാലെ പലരും നിലത്ത് വീണു. അതിനിടയിൽ പലരെയും ചവിട്ടി അതിന് മുകളിൽ കൂടെ കടന്നുപോയി. അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. നിലവിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം 3 പേർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ 3 പേരെയും തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10-ലധികം ആൾക്ക് പരിക്കുണ്ട് എന്ന വിവരവും പുറത്തേക്ക് വരുന്നു. ഈ പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പുരി ക്ഷേത്രത്തോട്, ജഗന്നാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം താൽക്കാലികമായി ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയും ചിലർക്ക് ചികിത്സ നൽകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും 3 മരണം ഉണ്ടായി എന്ന സ്ഥിരീകരണം എന്താണെങ്കിലും എത്തിയിരിക്കുന്നു. മരിച്ചവരുടെ പേരുകൾ വന്നിട്ടുണ്ട്. പ്രഭാതിദാസ്, അതോടൊപ്പം തന്നെ ബസന്തി സാഹു, ഒപ്പം 70 വയസ്സുള്ള പ്രേമകാന്ത മഹന്തി എന്നിങ്ങനെ 3 പേരാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ എന്താണെങ്കിലും ഒഡീഷയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പുരി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം സമാനമായി തന്നെ വലിയ തിക്കും തിരക്കും ഉണ്ടാവുകയും ചില ആളുകളൊക്കെ അവിടെ കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷം വലിയ സുരക്ഷ അവിടെ ഏർപ്പെടുത്തി എന്നാണ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സുരക്ഷാ വോളണ്ടിയർമാരും ഒക്കെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇന്നിപ്പോൾ പുലർച്ചെ ഇത്തരത്തിൽ ജഗന്നാഥ വിഗ്രഹം കാണാൻ വേണ്ടി അപ്രതീക്ഷിതമായ തിരക്ക് ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ തിരക്കാണ് ഇത്തരത്തിൽ ഒരു ഉന്തിലേക്കും തള്ളിലേക്കും അത്തരത്തിൽ വലിയ തിക്കും തിരക്കിലേക്കും മാറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചിലർ നിലത്ത് വീഴുകയും അത്തരത്തിൽ അവർ പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലരുടെ നില ഗുരുതരമാണെന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്താണെങ്കിലും സർക്കാരും അതോടൊപ്പം മറ്റ് സംവിധാനങ്ങളും അവിടെ ഇപ്പോൾ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വലിയ ജനക്കൂട്ടം ഉള്ളതുകൊണ്ട് തന്നെ ആംബുലൻസുകൾക്കടക്കം എത്താനുള്ള ചില പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടും അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതാണെങ്കിലും ജഗന്നാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള ശ്രീകുണ്ടിച്ച ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഈ തിക്കും തിരക്കും ഉണ്ടായത്. അതിന് മുന്നിലാണ് ഇപ്പോൾ രഥയാത്രയുടെ പ്രധാന രഥം ഉള്ളത്. അവിടെയാണ് ആ രഥത്തിലാണ് ജഗന്നാഥ വിഗ്രഹം ഉള്ളത്. അത് ദർശിക്കാൻ വേണ്ടിയെത്ത ഭക്തരാണ് ഇപ്പോൾ ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിരിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. അരുൺ, ഓക്കെ, നോബലാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ ഇതേ നമ്മുടെ ജഗന്നാഥ ക്ഷേത്രത്തിൽ തിക്കും തിരക്കും ഉണ്ടായി. വലിയ രീതിയിൽ ആളുകൾ മോഹാലസ്യപ്പെട്ട് വീഴുന്നതും ദേഹാസ്വസ്ഥ്യത്തോടു കൂടി കുഴഞ്ഞു വീഴുന്നതും ഒക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതിനുശേഷം ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ടുള്ളതായിരുന്നു പോക്ക്. ഇതിനിടയിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയില്ല. വീണ്ടും തിക്കും തിരക്കും. ഒരുപാട് പേര് ഈ രഥോത്സവം ആയതുകൊണ്ട് പുരിയിലെ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. പുരിയിലെ ക്ഷേത്രത്തിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് പോകണം. മനോഹരമായ ക്ഷേത്രമാണ്. ഞാൻ പോയിട്ടില്ല, പക്ഷേ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ തിക്കും തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് സമാധാനമായിട്ട് ഒന്ന് പോയി കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വരണം. നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ. പക്ഷേ ഈ തിക്കും തിരക്കിലും പോകാൻ ഞാൻ നിങ്ങളോട് പറയില്ല. അത് നിങ്ങളുടെ വിവേചനത്തിന് വിട്ടു നൽകുന്നു. സുരക്ഷിതത്തോടുകൂടി മാത്രം നിങ്ങളെപ്പോഴും യാത്ര ചെയ്യാൻ ശ്രമിക്കുക.